root locus plot. എന്താണ് റൂട്ട് ലോക്കസ് പ്ലോട്ടിന്റെ ചെറിയൊരു കോൺസെപ്റ്റ്. സ്റ്റെബിലിറ്റി ഓഫ് എ ക്ലോസ് ലൂപ്പ് സിസ്റ്റം ക്യാൻ ബി ഡിറ്റർമൈൻഡ് ഫ്രോം ദ ലൊക്കേഷൻ ഓഫ് ദ റൂട്ട്സ് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ 1 പ്ലസ് ജി ഓഫ് എസ് എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, സോ ഒരു ക്ലോസ് ലൂപ്പ് സിസ്റ്റം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫോർവേഡ് ഗെയിൻ ജി ഓഫ് എസും ബാക്ക്വേഡ് ഗെയിൻ എച്ച് ഓഫ് എസും ആണെങ്കിൽ അതിൻ്റെ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ജി ഓഫ് എസ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് ആണ്. ഇതിൽ താഴെ വരുന്ന ഈ ഡിനോമിനേറ്റർ ടേമിന് 1 പ്ലസ് ജി ഓഫ് എസ് എച്ച് ഓഫ് എസ് അതിന് ആ പൊളിനോമിയൽ ഈക്വൽ ടു 0 അതിനെ പറയുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ റൂട്ട്സിൻ്റെ ലൊക്കേഷൻ നോക്കിയിട്ട് നമുക്ക് ആ സിസ്റ്റം സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്ന് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എല്ലാ റൂട്ട്സും നെഗറ്റീവ് സൈഡിലാണ് വരുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സിസ്റ്റം എന്ന് പറയുന്നത് അത് സ്റ്റേബിൾ സിസ്റ്റം ആയിരിക്കും. ഏതെങ്കിലും ഒരു പോൾ റൈറ്റ് സൈഡിൽ അറ്റ്ലീസ്റ്റ് വൺ പോൾ റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിസ്റ്റം അൺസ്റ്റേബിൾ സിസ്റ്റം ആയിരിക്കും. ആൻഡ് ഏതെങ്കിലും സിസ്റ്റം പോൾ സീറോ പ്ലോട്ട് വരയ്ക്കുമ്പോൾ ഒരു പെയർസ് ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുണ്ട്, ഒരു പെയർ ഇമാജിനറി ആക്സിലിൽ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിസ്റ്റം മാർജിനലി സ്റ്റേബിൾ ആയിരിക്കും. ഇതാണ് ഒരു സ്റ്റെബിലിറ്റിയുടെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഒരു ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള ഒരു ടൂളാണ് റൂട്ട് ലോക്കസ് പ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അതിൻ്റെ അകത്ത് വരുന്ന ഒരു ടേമാണ് അല്ലെങ്കിൽ 1 പ്ലസ് ജി ഓഫ് എസ് എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു 0. അതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിച്ചിട്ട് ആ റൂട്ട്സിൻ്റെ ലൊക്കേഷൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആണ് നമ്മളിവിടെ റൂട്ട് ലോക്കസ് പ്ലോട്ടിൽ എടുക്കുന്നത്. ലെറ്റ്സ് സീ ഇൻ ഡീറ്റെയിൽ. സോ ഫോർ എ സിസ്റ്റം ടു ബി സ്റ്റേബിൾ the roots of its characteristic equation should be located in the left hand side of the S plane. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പറഞ്ഞതുപോലെ ലെഫ്റ്റ് സൈഡിൽ മാത്രം റൂട്ട്സ് വന്നാൽ അത് സ്റ്റേബിൾ ആയിരിക്കും. എനി റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ സാറ്റിസ്ഫൈ ദ ഫോളോയിങ് ടു കണ്ടീഷൻ. സോ നമ്മളെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് 1 പ്ലസ് ജി ഓഫ് എസ് എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു 0 ആണ്. ദാറ്റ് ഈസ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് എന്ന് പറയുന്നത് ഒരു പെസിലുള്ള പോളിനോമിയലാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു -1. സോ അതിന് മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ്, അല്ലെങ്കിൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് -1 ഈസ് 1. ഓക്കെ, സോ ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടി അതിൻ്റെ റൂട്ട്സ് കണ്ടു. ഫോർ എക്സാമ്പിൾ, എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 1 ഈക്വൽ ടു 0 ആണെങ്കിൽ അതിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് -1, -1 ആയിരിക്കും. സോ ആ പെർട്ടിക്കുലർ ഒമേഗ വാല്യൂവിൽ ഈ ജി ഓഫ് എസ് എച്ച് ഓഫ് എസിൻ്റെ വാല്യൂ മോഡുലസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ 0 അല്ല, സോറി 1 ആണ്. മോഡുലസ് ഓഫ് ജി എഫ് എസ് എച്ച് എഫ് എസ് ഇസ് ഈക്വൽ ടു 1 ആയിരിക്കണം. സോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും നമ്മൾ പെർട്ടിക്കുലർ സൊല്യൂഷൻ. ഓൾസോ ആ പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലെ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ റൂട്ട്സിലെ ആ കോംപ്ലക്സ് നമ്പറിൻ്റെ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് 2k + 1 × 180, k എന്ന് പറയുന്നത് 0, 1, 2, 3 ഇങ്ങനെ പോകും. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ k = 0 ആകുമ്പോൾ ദെൻ 180. സോ ഫേസ് ആംഗിൾ 180 ആകാം, ഓർ 3 × 180 ആകാം, അല്ലെങ്കിൽ 5 × 180 ആകാം. സോ ഓഡ് നമ്പർ മൾട്ടിപ്പിൾസ് ഓഫ് 180 ഡിഗ്രിയിലായിരിക്കും ഫേസ് ആംഗിൾ കോൺട്രിബ്യൂഷൻ വരും. സോ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ പോയിന്റ്സും ആ പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആയിരിക്കും. ആ എല്ലാ പോയിന്റ്സിൻ്റെയും കോമ്പിനേഷനെയാണ് നമ്മൾ റൂട്ട് ലോക്കസ് എന്ന് പറയുന്നത്. So the root locus method of analysis is a process of determining the roots in the S plane satisfying the above two conditions. So root locus plot എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എസ് കോംപ്ലക്സ് പ്ലെയിനിൽ, ഇതാണ് എസ് പ്ലെയിൻ എന്ന് പറയുന്നത്, അതിൻ്റെ അകത്തൊരു റിയൽ ആക്സിസ് ഉണ്ടാകും, ഒരു ഇമാജിനറി ആക്സിസ് ഉണ്ടായിരിക്കും. സോ ആദ്യം പറഞ്ഞ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ പോയിന്റ്സും തമ്മിൽ ജോയിൻ ചെയ്താൽ, ഫോർ എക്സാമ്പിൾ സേ എസ് ഇസ് ഈക്വൽ ടു -1 ആൻഡ് എസ് ഇസ് ഈക്വൽ ടു -3 രണ്ട് പോയിന്റ്സ് ഉണ്ട്. സോ ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വരച്ചപ്പോൾ അതിൻ്റെ റൂട്ട്സിൻ്റെ എല്ലാ പോയിന്റ്സും കൂടി വരുന്നത് -3ക്കും -1നും ഇടയ്ക്കാണ്. ഓക്കെ, സോ ഈ -1, -3 റീജിയനെ നമ്മൾ റൂട്ട് ലോക്കസ് എന്ന് പറയും. സോ എല്ലാ റൂട്ട്സും ആ പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഏത് കോമ്പിനേഷൻ വന്നാലും, ഫോർ എക്സാമ്പിൾ ഒരു കെ വാല്യൂ ഇട്ട് കൊടുക്കും, ആ കെ വാല്യൂവിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് റൂട്ട്സ് എല്ലാം ഫോളോ ചെയ്യുന്നത് -1ലും -3ക്കും ഇടയ്ക്കാണ്. ഓക്കെ, ദെൻ അത് നമുക്ക് -3, -1 അതിൻ്റെ റൂട്ട്സ് വരുന്നത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇത് 0 ആണെന്ന് വിചാരിക്കാം, ഇത് പോളാണെന്ന് വിചാരിക്കാം. ഓക്കെ, ലെറ്റ്സ് സീ ഇൻ ഡീറ്റെയിൽ. So root locus method of analysis is the process of determining the points in the S plane satisfying the above two conditions. From the location of the roots in S plane, nature of the time response and system stability can be examined. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ലോക്കസ് പ്ലോട്ട് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈം റെസ്പോൺസിൻ്റെ സ്പെസിഫിക്കേഷൻസ്, റൈസ് ടൈം, സെറ്റിലിംഗ് ടൈം, പിന്നെ സീറ്റ വാല്യൂ,
ഫേസ് ആംഗിൾ, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് റൂട്ട് ലോക്കസ് പ്ലോട്ടിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെബിലിറ്റി കണ്ടീഷൻസ്, മാർജിനലി സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ, ഏത് പെർട്ടിക്കുലർ വാല്യൂവിലാണ് അത് സ്റ്റെബിലിറ്റിയിൽ നിന്ന് അൺസ്റ്റെബിലിറ്റിയിലേക്ക് മാറുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് റൂട്ട് ലോക്കസ് പ്ലോട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ജി ഓഫ് എസ് എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ എസ് പ്ലസ് വൺ ആണ്. ഓക്കെ, സോ നമുക്കറിയാം എസ് എന്ന് പറയുന്ന ഒരു എസ് പ്ലസ് സീറോ എന്ന് വിചാരിക്കുക. സോ സീറോയിൽ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഒരു പോൾ ഉണ്ട്. ദെൻ സീറോയിൽ ഒരു സീറോ ഉണ്ട്. എസ് ഇസ് ഈക്വൽ ടു -1ൽ നമുക്കൊരു പോൾ ഉണ്ട്. സോ ഇതിനെ നമ്മൾ ഓപ്പൺ ലൂപ്പ് പോൾ ആൻഡ് സീറോ എന്ന് പറയും. ഓക്കെ, ഇതിലെ കെ എന്ന് പറയുന്നത് ഗെയിൻ ഫാക്ടറാണ്. സോ റൂട്ട് ലോക്കസ് പ്ലോട്ടറിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കെ വാല്യൂവിന് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് ആ വാല്യൂസ് എല്ലാം തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും അതിൻ്റെ റൂട്ട് ലോക്കസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് 1 + g of s ഇൻറ്റു എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു സീറോ എന്നതാണ്. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 + KS ഡിവൈഡഡ് ബൈ എസ് പ്ലസ് വൺ ഈസ് ഈക്വൽ ടു സീറോ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എസ് പ്ലസ് വൺ പ്ലസ് KS ഈസ് ഈക്വൽ ടു സീറോ എന്ന് വരും. സോ അതിൻ്റെ അർത്ഥം s into 1 plus k is equal to -1, that is s is equal to -1 divided by 1 plus a. So different values of k നമുക്ക് different solutions ആയിരിക്കും ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നിന്ന് കിട്ടുക. സോ k is equal to 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂട്ട് എന്ന് പറയുന്നത് s എന്ന് പറയുന്നത് -1 ആണ്. സോ k and s, k is equal to 0 ആകുമ്പോൾ s എന്ന് പറയുന്നത് -1 ആണ്. ഓക്കെ, ദെൻ കെ ഇസ് ഈക്വൽ ടു സേ 1 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ഡിവൈഡ് ബൈ 1 + 1 ഈസ് ഈക്വൽ ടു -0.5 ആണ്. സോ -1/2. സോ അതുപോലെ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് കെയിന് സേ 9 ആണെങ്കിൽ -1 ഡിവൈഡ് ബൈ 1 + 9 ഈക്വൽ ടു -1/10 or -1/10 or -0.1 etc. സോ 99 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ -1/100 വരും. സോ ഇങ്ങനെ ഓരോ വാല്യൂസ് കുറിച്ച് ക്ലോസ് ചെയ്യുന്നതനുസരിച്ച് ഈ എസിൻ്റെ റൂട്ടിൻ്റെ വാല്യൂ നമുക്ക് ഇങ്ങനെ സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതാണ്. സോ ഇതിങ്ങനെ കെ വാല്യൂ കൂട്ടി കൂട്ടി ഇൻഫിനിറ്റി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ് എന്ന് പറയുന്നത് -1 ഡിവൈഡ് ബൈ 1 + ഇൻഫിനിറ്റി -1/∞ വിച്ച് ഇസ് ഈക്വൽ ടു സീറോ. സോ കെ ഇസ് ഈക്വൽ ഇൻഫിനിറ്റി ആകുമ്പോൾ റൂട്ട് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യും. ഓക്കെ, സോ ഈ പെർട്ടിക്കുലർ വാല്യൂ ഇതാണ് ഡിഫറെൻറ്റ് കെ വാല്യൂസിന് നമ്മളുടെ റൂട്ട്സിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ ഈ എല്ലാ പോയിന്റ്സും നമ്മൾ ഒരു എസ് പ്ലെയിനിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് എസ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഇത് റിയൽ ആക്സിസിനെ സിഗ്മ എന്ന് വിളിക്കും, ഇത് ഇമാജിനറി ആക്സിസ്, ഇത് ജെ ഒമേഗ. സോ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ ഓപ്പൺ ലൂപ്പ് സീറോയും ഓപ്പൺ ലൂപ്പ് പോളും നമ്മൾ മാർക്ക് ചെയ്യുക. സോ സീറോ എന്ന് പറയുന്ന പോയിന്റിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഒരു സീറോ ഉണ്ട്. ദെൻ -1 എന്ന് പറയുന്ന പോയിന്റിൽ ഒരു പോൾ ഉണ്ട്. ദെൻ കെ ഇസ് ഈക്വൽ ടു സീറോ ആയി കഴിയുമ്പോൾ എസ് എന്ന് പറയുന്നത് -1 ആണ്. സോ കെ എന്ന് പറയുന്ന ഫാക്ടർ സീറോ ആണെങ്കിൽ റൂട്ട് എന്ന് പറയുന്നത് പോളിൽ തന്നെയാണ്. ഓക്കെ, സോ വെൻ കെ ഇസ് ഈക്വൽ ടു സീറോ റൂട്ട് വിൽ ബി അറ്റ് ഓപ്പൺ ലൂപ്പ് പോൾ. അതൊരു പോയിന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ എസ് ഈസ് ഈക്വൽ ടു 1, കെ ഈസ് ഈക്വൽ ടു 1 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂട്ടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് -1/2 ആണ്. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കെ ഈസ് ഈക്വൽ ടു 1 ആണ്. ദെൻ കെ ഈസ് ഈക്വൽ ടു 9 ആകുമ്പോൾ -0.1 ആണ്. സോ അപ്രോക്സിമേറ്റ്ലി നമുക്ക് ഇവിടെയാണെന്ന് പറയാൻ പറ്റും. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കെ വാല്യൂ എന്ന് പറയുന്നത് 9 ആണ്. ദെൻ കെ ഈസ് ഈക്വൽ ടു 99 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂട്ടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഇവിടെയായിരിക്കും. സോ അതിന് കറസ്പോണ്ടിങ് ആയ കെ ഈസ് ഈക്വൽ ടു 99 -0.01 എന്ന് പറയുന്ന ലൊക്കേഷൻ ഇവിടെയായിരിക്കും. സോ ഇങ്ങനെ എക്സെട്ര ഇൻഫിനിറ്റിലേക്ക് പോകുമ്പോൾ കെ ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൊക്കേഷൻ അല്ലെങ്കിൽ റൂട്ട് എന്ന് പറയുന്നത് സീറോ ആണ്. സോ ഇത് നമ്മളുടെ വാല്യൂ സീറോയിലേക്ക് വരും. സോ ദെയർ വി ഹാവ് അവർ സിസ്റ്റം സീറോ. സോ കെ ഈസ് ഈക്വൽ ടു സീറോ ആയി ഇൻഫിനിറ്റി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂട്ടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് സീറോയിലാണ്. ഓക്കെ, സോ ഈ റൂട്ട് പോയിന്റ്സ് എല്ലാം ഫോളോ ചെയ്യുന്നത് -1നും 0യ്ക്ക് ഇടയ്ക്കാണ്. സോ അതെല്ലാം നമ്മളിങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഈ പെർട്ടിക്കുലർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഓപ്പൺ ലൂപ്പ് ജി ഓഫ് എസ് എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു കെ എസ് ഡിവൈഡ് ബൈ എസ് പ്ലസ് വൺ ആയ ഒരു
സിസ്റ്റത്തിൻ്റെ റൂട്ട് ലോക്കസ് എന്ന് പറയുന്നത് എല്ലാ റൂട്ട്സിൻ്റെയും ഒരു റീജിയൻ എന്ന് പറയുന്നത് -1 മുതൽ 0 വരെയുള്ള ലൊക്കേഷനാണ്. സോ -1 കെ ഈസ് ഈക്വൽ ടു 0 ഇനീഷ്യലി നമ്മൾ കൊടുക്കുന്ന കെ ഈസ് ഈക്വൽ ടു 0 ആണ്. സോ സെയിം ടൈമിൽ കറസ്പോണ്ടിങ് ആയിട്ട് റൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് സിസ്റ്റത്തിൻ്റെ പോളിൽ നിന്നാണ്. സോ നമുക്ക് പറയാൻ പറ്റും പോളിൽ നിന്നാണ് സിസ്റ്റത്തിൻ്റെ റൂട്ട്സ് അല്ലെങ്കിൽ റൂട്ട് ലോക്കസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ കെ ഇൻക്രീസ് ചെയ്ത് ഇൻഫിനിറ്റി ആകുമ്പോൾ സിസ്റ്റം റൂട്ട്സ് വരുന്നത് 0യിലാണ്. ദാറ്റ് മീൻസ് കെ ഈസ് ഈക്വൽ ഇൻഫിനിറ്റി ആകുമ്പോൾ റൂട്ട്സ് എവിടെയാണ് വരുന്നത് അവിടെയാണ് റൂട്ട് ലോക്കസ് എൻഡ് ചെയ്യുന്നത്. സോ ഇതിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് രണ്ട് മൂന്ന് പോയിന്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സിസ്റ്റത്തിൻ്റെ ഒരു പർട്ടിക്കുലർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കറസ്പോണ്ടിങ് ആയ റൂട്ട് ലോക്കസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ പോളിൽ നിന്നായിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓൾസോ സിമിലർലി നമുക്ക് അടുത്ത പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് സിസ്റ്റത്തിൻ്റെ റൂട്ട് ലോക്കസിൻ്റെ എൻഡിങ് പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പൺ ലൂപ്പ് 0യിൽ നിന്നായിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കെ വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ലോക്കസിന്റെ ഒരു ജസ്റ്റ് ഒരു എസ്റ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറയും. ഓക്കെ, നമ്പർ ഓഫ് ബ്രാഞ്ച് റൂട്ട് ലോക്കസിന്റെ ബ്രാഞ്ചുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു -1 സ്റ്റാർട്ട് ചെയ്ത് 0ൽ ഒറ്റ ബ്രാഞ്ചേ ഉള്ളൂ. സോ നമ്പർ ഓഫ് ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഒരു പോൾ ഉണ്ട്, ഒരു 0 ഉണ്ട്. സോ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഓഫ് ദ റൂട്ട് ലോക്കസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഇപ്പോഴത്തെ ഒരു എക്സ്പ്ലനേഷൻ വെച്ചിട്ട് പോൾസിന്റെ എണ്ണമാകാം അല്ലെങ്കിൽ 0യുടെ എണ്ണമാകാം. സോ രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ടൈം ബീങ് നമുക്ക് പറയാൻ പറ്റില്ല ഏതാണ് എക്സാക്ട്ലി നമ്പർ ഓഫ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. സോ ലെറ്റ് സീ വൺ മോർ എക്സാമ്പിൾ. ഒരു സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ യൂണിറ്റി ഫീഡ്ബാക്ക് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് k ഡിവൈഡഡ് ബൈ s ഇൻറ്റു s+4 ആണ്. ദെൻ h ഓഫ് s എന്ന് പറയുന്നത് 1 ആണ്. സോ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുമ്പോൾ 1 പ്ലസ് ജി ഓഫ് എസ് എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് 1 പ്ലസ് കെ ഡിവൈഡ് ബൈ എസ് ഇൻറ്റു s+4 ഈക്വൽ ടു 0 ഇൻറ്റു 1 ഈക്വൽ ടു 0. ദെൻ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ s² പ്ലസ് 4s പ്ലസ് കെ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. നൗ ഈ കെ ഇസ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ s² പ്ലസ് 4s ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. ദെൻ s ഇസ് ഈക്വൽ ടു -4 എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ നമ്മൾ ഒരു റൂട്ട്സിന്റെ ഇത് എസ്റ്റിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ദെൻ ഇതിന്റെ രണ്ട് റൂട്ട്സ് ആയതുകൊണ്ട് സോ എസ് ഇസ് ഈക്വൽ ടു 0 എന്നും പറയാൻ പറ്റും. എസ് ഇൻറ്റു s+4 ഈക്വൽ ടു 0 ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എസ് ഇൻറ്റു s+4 ഈക്വൽ ടു 0. സോ എസ് ഇസ് ഈക്വൽ ടു 0 ഓർ എസ് ഇസ് ഈക്വൽ ടു -4 രണ്ട് റൂട്ട്സ് ഉണ്ട് എന്നാണ് അർത്ഥം. സോ s1 ആൻഡ് s2 ആണ് റൂട്ട്സ് എങ്കിൽ കെ ഇസ് ഈക്വൽ ടു 0 ആയി കഴിയുമ്പോൾ ആദ്യത്തെ റൂട്ട്സ് വരുന്നത് 0യിലാണ്, സെക്കൻഡ് റൂട്ട്സ് വരുന്നത് -4ലാണ്. ദെൻ ട്രാൻസ്ഫർ ഫംഗ്ഷനിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിസ്റ്റത്തിന്റെ നമ്പർ ഓഫ് 0 എന്ന് പറയുന്നത് 0 ആണ്, 0 ഇല്ല. ദെൻ പോൾസ് എന്ന് പറയുന്നത് എസ് ഇസ് ഈക്വൽ ടു 0യിൽ ഒരു പോൾ ഉണ്ട്, ദെൻ എസ് ഇസ് ഈക്വൽ ടു -4ൽ ഒരു പോൾ ഉണ്ട്. സോ നമ്മളുടെ കെ വാല്യൂ 0 ആയപ്പോൾ ഓപ്പൺ ലൂപ്പിന് കറസ്പോണ്ടിങ് ആയ റൂട്ട്സ് 0 ലൊക്കേഷനും -4ലുമാണ്. സോ സെയിം ലൊക്കേഷൻ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ പോൾസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ കെ ഇസ് ഈക്വൽ ടു 2 ആയാൽ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് s² പ്ലസ് 4s പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0 ആണ്. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായി. അതിന്റെ റൂട്ട്സ് നമ്മൾ -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2a വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് s1 s2 കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ നോക്കുമ്പോൾ നമുക്ക് -1 ആൻഡ് -3 എന്ന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ s is equal to say 4 ആണ് എങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് s² പ്ലസ് 4s പ്ലസ് 4 ഈക്വൽ ടു 0 എന്ന് വരും. സോ അതിന് കറസ്പോണ്ടിങ് ആയ റൂട്ട് എന്ന് പറയുന്നത് s1 is equal to -2 ആൻഡ് s2 is equal to -2. സോ രണ്ടും സെയിം റൂട്ടിലാണ്, സെയിം പോയിന്റിലാണ് നമ്മുടെ റൂട്ട് എന്ന് പറയാൻ പറ്റും. ദെൻ s ഈക്വൽ ടു 6 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് s² പ്ലസ് 4s പ്ലസ് 6 is equal to 0. എഗെയിൻ ഈ സെയിം ഫോർമുല ഉപയോഗിച്ച് നമ്മൾ s1 s2 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ലൊക്കേഷൻ എന്ന് -2 പ്ലസ് 2j ആൻഡ് -2 മൈനസ് 2j ആണ്. സോ റൂട്ട്സ് എന്ന് പറയുന്നത് -2 പ്ലസ് 2j -2 മൈനസ് 2j എന്നാണ്. സോ ഇതുപോലെ ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 8 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു ഇൻഫിനിറ്റി ആണ് കെ വാല്യൂ കൊടുത്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് -2 പ്ലസ് j ഇൻഫിനിറ്റിയും ആൻഡ് -2 മൈനസ് j ഇൻഫിനിറ്റി എന്നായിരിക്കും. സോ 8 ആണെങ്കിൽ ദെൻ -2 പ്ലസ് അത് 8 കൊടുത്ത് നോക്കിയിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. ഫ്രം സംതിങ്
4j or something എന്ന് കിട്ടും. സോ അതിൻ്റെ അർത്ഥം -2 പ്ലസ് സം എക്സ് ജെ ആയിരിക്കും ഫോർ എനി വാല്യൂ ഓഫ് കെ ബിറ്റ്വീൻ 6 ആൻഡ് ഇൻഫിനിറ്റി. സോ ബിറ്റ്വീൻ 6 ആൻഡ് ഇൻഫിനിറ്റി റൂട്ട് എന്ന് പറയുന്നത് S1, S2 എന്ന് പറയുന്നത് -2 പ്ലസ് ഓർ മൈനസ് ജെ എക്സ് ആയിരിക്കും. എക്സിൻ്റെ വാല്യൂ നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് റിയൽ പാർട്ട് എപ്പോഴും -2 തന്നെ ആയിരിക്കും. സോ നമ്മൾ റൂട്ട് ലോക്കസ് പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ആദ്യം എക്സ് ആക്സിസ് വരച്ചു, റിയൽ ആക്സിസ്, ദെൻ ഇമാജിനറി ആക്സിസ്. ഓക്കെ, സോ ഇതാണ് 0 എന്ന് പറയുന്നത്. ആദ്യം സിസ്റ്റത്തിൻ്റെ സീറോസ് ആൻഡ് പോൾസ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. 0 ഇല്ല, ദെൻ സിസ്റ്റത്തിന് ഒരു പോൾ 0-യിലുണ്ട്, സോ അത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. ദെൻ -4 വേറൊരു പോൾ ഉണ്ട്, അത് നമ്മളവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, സോ ഈ രണ്ട് പോൾസ് 0-യിലും -4-ലുമാണ്. സിസ്റ്റത്തിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ 0 എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നോ k = 0 ആയപ്പോൾ അതിൻ്റെ റൂട്ട്സ് ഫോളോ ചെയ്യുന്നത് 0-യിൽ. സോ ഇത് k = 0 കറസ്പോണ്ടിങ് ആയ റൂട്ടാണ്, ഇതും k = 0 കറസ്പോണ്ടിങ് ആയ റൂട്ടാണ്. ദെൻ 2 ആയപ്പോൾ, k വാല്യൂ 2 ആയപ്പോൾ റൂട്ടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് -1-ൽ ഒരു റൂട്ടുണ്ട്, ദെൻ -3-ൽ വേറൊരു റൂട്ടുണ്ട്. ദെൻ k = സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ എന്ന് പറയുന്നത് k = 2 ആണ്, ഇവിടെയും k = 2 ആണ്. നൗ വി ആർ ഇൻക്രീസിങ് k വാല്യൂ ടു 4. ദാറ്റ് ടൈം വി ആർ ഗെറ്റിംഗ് റൂട്ട്സ് അറ്റ് സെയിം പോയിന്റ് -2, -2. സോ ഇത് കറസ്പോണ്ടിങ് ആയ k വാല്യൂ എന്ന് പറയുന്നത് k = 4 ആണ്. സോ k 4-ന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് സെയിം റൂട്ട്സ്. ദെൻ 6 ആകുമ്പോൾ -2 പ്ലസ് 2j. സോ ഇതാണ് പ്ലസ് 2j, ഇതാണ് -2j. സോ റൂട്ടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് -2 പ്ലസ് 2j ആൻഡ് -2 -2j. ദെൻ k = 8 ആകുമ്പോൾ -2 പ്ലസ് 4j and -2 -4j. Then k = 10 ആകുമ്പോൾ -2 പ്ലസ് 6j and -2 -6j എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഈ റൂട്ട്സ് എല്ലാം പോകുന്നത് ഇങ്ങനെ ഹയർ വാല്യൂസ് ഓഫ് കേക്ക് ഇങ്ങനെ സെയിം -2 പ്ലസിൽ ഡിഫറെൻറ്റ് k വാല്യൂസ് താഴേക്കും മേളിലേക്കും ആയിരിക്കും നമുക്ക് പോകുന്നത്. സോ റൂട്ട്സ് ലോക്കസിൻ്റെ പോയിന്റ് എല്ലാം ജോയിൻ ചെയ്യുമ്പോൾ നമ്മളുടെ റൂട്ട് ലോക്കസ് വരുന്നത് ഈ രീതിയിലായിരിക്കും. ഓക്കെ, സോ റൂട്ട് ലോക്കസ് പ്ലോട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഉള്ള ഇതായിരിക്കും അതിൻ്റെ പ്ലോട്ട്. സോ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ പോൾസും സീറോസും 0 s = 0-ലും s = -4-ൽ നിന്നാണ്. സോ k = 0 ആയപ്പോൾ റൂട്ട് ലോക്കസ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, k = 0 ആയപ്പോൾ -1 നിന്നും റൂട്ട് ലോക്കസ് സ്റ്റാർട്ട് ചെയ്തു. സോ ഫസ്റ്റ് കണ്ണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നത് s = 0-ലും s = -4-ൽ നിന്നാണ്. അവിടെ തന്നെയാണ് നമ്മൾ സിസ്റ്റത്തിൻ്റെ പോൾസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ എവറി ടൈം റൂട്ട് ലോക്കസ് സിസ്റ്റം ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ പോൾസിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നൗ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ഈ -2-ൽ റൂട്ട്സ് -2-ൽ നിന്ന് മീറ്റ് ചെയ്തതിന് ശേഷം k = 4 ആയപ്പോൾ രണ്ട് റൂട്ട് -4-ൽ മീറ്റ് ചെയ്തു. അതിനുശേഷം -2-ൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് -2 പ്ലസ് xj ആൻഡ് -2 -xj എന്ന് പറയുന്ന കോമ്പിനേഷൻസിൽ ആ റൂട്ട് ലോക്കസ് സ്പ്ലിറ്റ് ആയി പോയി. സോ റൂട്ട് ലോക്കസ് സ്പ്ലിറ്റ് ആവുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓൺ ദ റിയൽ ആക്സിസിലായിരിക്കും. അതിനെ നമ്മൾ ബ്രേക്ക് എവേ പോയിന്റ് എന്ന് പറയും. സോ രണ്ട് റൂട്ട് ലോക്കസസ് രണ്ട് സിസ്റ്റം പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഒരു പർട്ടിക്കുലർ പോയിന്റ് അത് മീറ്റ് ചെയ്തിട്ട് അത് ബ്രേക്ക് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ രണ്ട് പാത്തിലൂടെ പോകും. ഓക്കെ, സോ നമ്മളതിനെ ബ്രേക്ക് എവേ പോയിന്റ് എന്ന് പറയും, വേർ ദ റൂട്ട് ലോക്കസ് മീറ്റ്. ഓക്കെ, ദെൻ അതിനുശേഷം രണ്ട് ബ്രാഞ്ച് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയി. സോ നമ്പർ ഓഫ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത് 2 ആണ്, പോൾസ് എന്ന് പറയുന്നത് 2 ആണ്, 0 എന്ന് പറയുന്നത് 0 ആണ്. സോ ഇവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും റൂട്ട് ലോക്കസിന്റെ നമ്പർ ഓഫ് ബ്രാഞ്ചസിന്റെ എണ്ണം എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഓപ്പൺ ലൂപ്പ് പോൾസിന്റെ എണ്ണമായിരിക്കും. സോ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് ഓർ നമ്പർ, ചില കേസിൽ നമുക്കത് നമ്പർ ഓഫ് സീറോസ് ആയിട്ട് വരുന്നത് കാണാം. സോ നമ്പർ ഓഫ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോൾസ് ഓർ നമ്പർ ഓഫ് സീറോസ് വിച്ച് എവർ ഈസ് ഗ്രേറ്റർ, ഏതാണോ കൂടുതൽ അതിന് അത്രയായിരിക്കും. സോ ഫോർ എക്സാമ്പിൾ 2 പോൾസും ഒരു 0 ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് ബ്രാഞ്ച് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ദെൻ ഒരു പോളും 3 0 ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ നമ്പർ ഓഫ് പോൾസ് ആൻഡ് നമ്പർ ഓഫ് സീറോസ് ഏതാണോ കൂടുതൽ അത്രയും നമ്പർ ഓഫ് ബ്രാഞ്ചസ് ആയിരിക്കും നമുക്ക് റൂട്ട് ലോക്കസിൽ കണ്ടുപിടിക്കാൻ പറ്റുക. സോ ഇതാണ് ഒരു റൂട്ട് ലോക്കസിന്റെ എൻഡിങ് ആൻഡ് എൻഡ് പോയിന്റ്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ 0 ഒന്നും ഇല്ലാത്തത് കൊണ്ട്, 0 ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഒന്നും ഇല്ല. സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ 0 ഇല്ലാത്തത് കൊണ്ട് എൻഡിങ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിങ്ങനെ പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോകും, ഇതിങ്ങനെ -∞ പോകും. സോ എൻഡിങ് പോയിന്റ് എന്ന് പറയുന്നത്
ഇൻഫിനിറ്റിയിലാണ്. സോ ആദ്യത്തെ കേസിൽ റൂട്ട് ലോക്കസിൻ്റെ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ സീറോയിലായിരുന്നു. ഇവിടെ സീറോ ഇല്ലാത്തത് കൊണ്ട് എൻഡിങ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ റൂട്ട് ലോക്കസ് എൻഡ് ചെയ്യുന്നത് ഒന്നുകിൽ ഓപ്പൺ ലൂപ്പ് സീറോയിലായിരിക്കും അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിലായിരിക്കും. സോ അതാണ് ഒരു പർട്ടിക്കുലർ ഇതുവരെയുള്ള നമ്മളുടെ റൂട്ട് ലോക്കസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പോയിന്റ്. ദെൻ കെ വാല്യൂ എത്ര കൊടുത്താലും 0 to ഇൻഫിനിറ്റി കൊടുത്താലും അതിൻ്റെ റിയൽ പാർട്ട് എപ്പോഴും നെഗറ്റീവ് സൈഡിലാണ്. സോ റെസ്പെക്റ്റീവ് ഓഫ് ദ വാല്യൂ ഓഫ് കെ ഓൾവേസ് സിസ്റ്റം ഈസ് സ്റ്റേബിൾ. സോ അതാണ് സ്റ്റെബിലിറ്റിയുടെ ഒരു അനാലിസിസ് നമുക്കിവിടെ പറയാൻ പറ്റും. സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ കെ വാല്യൂ ഏത് വാല്യൂ അറ്റൈൻ ചെയ്താലും സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കും. ഒരു കേസിലും ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ റൂട്ട്സ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ റൂട്ട്സ് പോസിറ്റീവ് സൈഡിലേക്ക് വരുന്നില്ല എന്ന് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റും. സോ അതുകൊണ്ട് ഫോർ എവറി വാല്യൂ ഓഫ് കെ സിസ്റ്റം ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണ് എന്ന ഒരു എസ്റ്റിമേറ്റ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ അതാണ് റൂട്ട് ലോക്കസിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ദെൻ നെക്സ്റ്റ് നമുക്ക് റൂട്ട് ലോക്കസിന്റെ ജനറൽ കോൺസെപ്റ്റ് ഇതാണ്. സോ റൂട്ട് ലോക്കസിന്റെ ഫീച്ചേഴ്സ് നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂട്ട് ലോക്കസ് സ്റ്റാർട്ട്സ് ഫ്രം, ഇപ്പോൾ ഇതുവരെ പറഞ്ഞതനുസരിച്ച് റൂട്ട് ലോക്കസ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഓപ്പൺ ലൂപ്പ് പോൾസ്. നമ്മൾ 2 എക്സാമ്പിൾ കണ്ടിരുന്നു. ഓപ്പൺ ലൂപ്പ് പോൾസിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെർമിനേറ്റ്സ് ഓൺ എയ്തർ ഓപ്പൺ ലൂപ്പ് 0 ഓർ ഇൻഫിനിറ്റി. ഒന്നുകിൽ അത് 0-ൽ എൻഡ് ചെയ്യും, അല്ലെങ്കിൽ 0 ഇല്ലാത്ത കേസ് ആണെങ്കിൽ ഇൻഫിനിറ്റിയിലേക്ക് പോകും. ദ നമ്പർ ഓഫ് സെപ്പറേറ്റ് ബ്രാഞ്ചസ് ഓഫ് ദ റൂട്ട് ലോക്കസ് ഈക്വൽസ് എയ്തർ ദ നമ്പർ ഓഫ് ഓപ്പൺ ലൂപ്പ് പോൾസ് ഓർ നമ്പർ ഓഫ് സീറോസ് വിച്ച് എവർ ഈസ് ഗ്രേറ്റർ. ഒന്നുകിൽ n എന്ന് പറയുന്നത് p ആയിരിക്കും if p is greater than z, or n is equal to z ആയിരിക്കും if z is greater than p. A section of the root locus lies on the real axis if the total number of open loop poles and zeros to the left of that section is odd. So എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ലോക്കസ് നമ്മൾ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ റൂട്ട് ലോക്കസ് വരയ്ക്കുമ്പോൾ റൂട്ട് ലോക്കസിൻ്റെ ഫോർ എക്സാമ്പിൾ ഇത് -1.5 എന്ന് പറയുന്ന പോയിന്റ് ആണ്. സോ ഈ -1.5 റൂട്ട് ലോക്കസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് -1.5 നിന്ന് ലെഫ്റ്റിലേക്ക് നോക്കുക. ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ നമ്പർ ഓഫ് സീറോസ് പ്ലസ് പോൾസ് ഒരു പോൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ n ഈക്വൽ ടു 1 ആണ്. ഓക്കെ, സോ ഒരു 0 ഉണ്ടെങ്കിൽ n ഈക്വൽ ടു 2 ആകും. ദെൻ ഈ ടോട്ടൽ നമ്പർ ഓഫ് സീറോസ് ആൻഡ് പോൾസിന്റെ എണ്ണം ഈ ഓഡ് നമ്പർ ആണെങ്കിൽ ആ പോയിന്റിൽ റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യുന്നതാണ് കോൺസെപ്റ്റ്. ഓക്കെ, സോ നമ്മൾ ഫോർ എക്സാമ്പിൾ ഈ പോയിന്റ് എന്ന് പറയുന്നത് -0.5 ആണ്. -0.5 എന്ന് ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു പോളുണ്ട് 1, ഇവിടെ ഒരു പോളുണ്ട് 2. സോ 2 നമ്പർ ഓഫ് പോൾസ് ഉണ്ട്, 0 ഇല്ല. സോ ടോട്ടൽ കൗണ്ട് എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണ്. അതുകൊണ്ട് -0.5 റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യില്ല. ദാറ്റ് മീൻസ് -1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് റൂട്ട് ലോക്കസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്യുന്നത് ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. സോ ഇങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ -0.5 എന്ന് പറയുന്ന പോയിന്റാണിത്. അവിടുന്ന് ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ നമ്പർ ഓഫ് പോൾസ് ആൻഡ് സീറോസിന്റെ കൗണ്ട് ഈവൻ ആണ്. അതുകൊണ്ട് റൂട്ട് ലോക്കസ് ഇങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അതാണ് മൂന്നാമത്തെ പോയിന്റ്. സെക്ഷൻ ഓഫ് ദ റൂട്ട് ലോക്കസ് ലൈസ് ഓൺ ദ റിയൽ ആക്സിസ് ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പൺ ലൂപ്പ് പോൾസ് ആൻഡ് സീറോസ് ടു ദ ലെഫ്റ്റ് ഓഫ് ദാറ്റ് സെക്ഷൻ ഈസ് ഓഡ്. ഓഡ് ആണെങ്കിൽ അതിൽ ആ പോയിന്റിൽ കൂടി റൂട്ട് ലോക്കസ് പാസ് ചെയ്യും. ഈവൻ ആണെങ്കിൽ ആ പോയിന്റിൽ കൂടി റൂട്ട് ലോക്കസ് പാസ് ചെയ്യില്ല. ദ റൂട്ട് ലോക്കസ് ഈസ് സിമെട്രിക്കൽ വിത്ത് റെസ്പെക്ട് ടു ദ റിയൽ ആക്സിസ്. നോക്കിക്കഴിഞ്ഞാൽ റിയൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ റിയൽ ആക്സിസിന് സിമെട്രിയാണ്. അപ്പിലേക്ക് എങ്ങനെ പോകുന്നു അതുപോലെ തന്നെയാണ് ഡൗൺ സൈഡ് പോകുന്നത്. സോ ഓൾവേസ് റൂട്ട് ലോക്കസ് പ്ലോട്ട് എന്ന് പറയുന്നത് റിയൽ ആക്സിസിന് സിമെട്രി ആയിരിക്കും. ഓക്കെ, അത് നല്ല ഒരു ഫീച്ചറാണ്. Then at some point on the root locus between two open loop poles, root locus break away. So നമ്മൾ പ്രീവിയസ് എക്സാമ്പിൾ കണ്ടതാണ്. -2 എന്ന് പറയുന്ന പോയിന്റിന് ശേഷം k=4 കഴിഞ്ഞ് കഴിഞ്ഞാൽ k=6, k=10 എല്ലാ പോയിന്റിലും റിയൽ റൂട്ടിന്റെ നേച്ചർ എന്ന് പറയുന്നത് -2 + 2j. റിയൽ ആക്സിസ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് റിയൽ കോൺസ്റ്റന്റ് ആയിരിക്കും. സോ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് രണ്ട് റൂട്ട് ലോക്കസ് ഇവിടെ മീറ്റ് ചെയ്തതിനു ശേഷം ഒരു റിയൽ ആക്സിസിൽ നിന്ന് ഒരു പോയിന്റിൽ നിന്ന് റൂട്ട് ലോക്കസ് സ്പ്ലിറ്റ് ചെയ്ത് 2 ബ്രാഞ്ച് ആയിട്ട് പോകും. അറ്റ് സം പോയിന്റ് ഓൺ ദ റൂട്ട് ലോക്കസ് ബിറ്റ്വീൻ 2 ഓപ്പൺ ലൂപ്പ് പോൾസ്, 2 പോൾസിന് ഇടയ്ക്കായിരിക്കും ആ ബ്രേക്ക് അവേ പോയിന്റ് എന്ന് പറയുന്നത്. ഫോർ ഹയർ വാല്യൂസ് ഓഫ് കെ the root locus can be approximated by asymptotic lines and these asymptotic lines intersect on the real axis. So previous കേസിൽ നമുക്ക് -2 നിന്നാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. വേറൊരു കേസിലൊക്കെ നമ്മൾ ഗ്രാഫ് പോകുന്നത് ഇങ്ങനെ ഒരു മെത്തേഡിലായിരിക്കും. സോ ഇത് പോകുമ്പോൾ ഈ
ഈ ഈ പാത്തിനെ നമുക്ക് ഈ ഗ്രാഫിന്റെ ഒരു അസിംപ്റ്റോട്ടിക് ആയിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആകും. അസിംപ്റ്റോട്ട് ലൈൻസ് മേക്സ് എൻ ആംഗിൾ വിത്ത് റിയൽ ആക്സിസ് അറ്റ് ആൻ ഇന്റർസെക്ഷൻ പോയിന്റ്. സോ ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. ആ ഗ്രാഫിനെ ടച്ച് ചെയ്യാത്ത ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നമ്മൾ അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത്. സോ ഈ പരാബോളിക് ഷേപ്പിന്റെ അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. ഈ അസിംപ്റ്റോട്ടും എക്സ് ആക്സിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മീറ്റ് ചെയ്യും. If the root locus intersects the imaginary axis, the point of intersections are conjugate. So root locus വരച്ച് root locus പോകുന്നത് ഇങ്ങനെയാണ് എന്ന് വിചാരിക്കാം. ഇത് 0 ആണ്. സോ റൂട്ട് ലോക്കസ് ഇമാജിനറി ആക്സിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ടച്ച് ചെയ്യുന്ന 2 പോയിന്റ് കോൺജുഗേറ്റ് ആയിരിക്കും. അതായത് ഇത് -8j ആണെങ്കിൽ ഇവിടെ +8j ആയിരിക്കും. 0 + 8j. ഓക്കെ, സോ അതാണ് ഒരു ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി റൂട്ട് ലോക്കസ് പ്ലോട്ടിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ് റൂട്ട് ലോക്കസ്? ഇപ്പം നമ്മൾ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഓരോ കെ വാല്യൂവിനും നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിന്റെ റൂട്ട്സ് കണ്ടുപിടിച്ച് അതെല്ലാം ജോയിൻ ചെയ്യുക എന്ന് പറയുന്ന മാപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ടീഡിയസ് പ്രോസസ്സാണ്, ടൈം കൺസ്യൂമിംഗ് ആണ്, പ്രാക്ടിക്കലി അത് ഇമ്പോസിബിൾ ആണ്. സോ ഈ റൂട്ട് ലോക്കസ് വരയ്ക്കാനായിട്ട് കുറച്ച് റൂൾസ് ഉണ്ട്. 11 റൂൾസ് ഉണ്ട്. ആ റൂൾസ് എല്ലാം അറിഞ്ഞാൽ മാത്രം ഈസി ആയിട്ട് റൂട്ട്സ് ഒന്നും കണ്ടുപിടിക്കാതെ നമുക്ക് റൂട്ട് ലോക്കസ് വരയ്ക്കാൻ പറ്റും. സോ പ്രീവിയസ് എക്സാമ്പിൾ നമുക്ക് മനസ്സിലായത് ഒരു എല്ലാ റൂട്ട്സ് ലോക്കസിന്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് റൂട്ട് ലോക്കസ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഓപ്പൺ ലൂപ്പ് പോൾസ്. ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഓപ്പൺ ലൂപ്പ് പോൾസിൽ നിന്നായിരിക്കും റൂട്ട് ലോക്കസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഓഫ് കെ എന്ന് പറയുന്നത് 0 ആയിരിക്കും. എൻഡിങ് പോയിന്റ് എന്ന് പറയുന്ന റൂട്ട് ലോക്കസ് അതിന് ടെർമിനേറ്റ് ചെയ്യുന്നത് കെ ഇൻഫിനിറ്റി ആകുമ്പോഴാണ്. സോ അത് ഒന്നുകിൽ ഓപ്പൺ ലൂപ്പ് 0-യിലായിരിക്കും അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിലായിരിക്കും. സോ നമ്മൾ കണ്ടതാണ് ഓപ്പൺ ലൂപ്പ് 0-യിൽ ടെർമിനേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിൽ ടെർമിനേറ്റ് ചെയ്യും. ഈ പോയിന്റ് നമ്മൾ പറഞ്ഞതാണ്. നമ്പർ ഓഫ് ബ്രാഞ്ചസ് n എന്ന് പറയുന്നത് p ആയിരിക്കും ഇഫ് p is greater than z, ഓർ z ആയിരിക്കും ഇഫ് p is less than z. സോ ഏതാണോ കൂടുതൽ അതിന് കറസ്പോണ്ടിങ് ആയ വാല്യൂ ആയിരിക്കും നമ്പർ ഓഫ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ദെൻ അടുത്ത പോയിന്റ് നമ്മൾ ഫീച്ചേഴ്സിൽ കണ്ടതാണ് എക്സിസ്റ്റൻസ് ഓൺ ദ റിയൽ ആക്സിസ്. എക്സിസ്റ്റൻസ് ഓഫ് ദ റൂട്ട് ലോക്കസ് ഓൺ എ സെക്ഷൻ ഓഫ് റിയൽ ആക്സിസ് കൺഫേംഡ് ഇഫ് ദ സം ഓഫ് ദ ഓപ്പൺ ലൂപ്പ് പോൾസ് ആൻഡ് സീറോസ് ടു ദ ലെഫ്റ്റ് ഓഫ് ദാറ്റ് സെക്ഷൻ ഈസ് ഓഡ്. പ്രീവിയസ് എക്സാമ്പിൾ പറഞ്ഞതുപോലെ ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുത്ത് ആ പോയിന്റ് നിന്ന് ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ പോൾസിന്റെയും സീറോസിന്റെയും എണ്ണം ഓഡ് ആണെങ്കിൽ ഈ പോയിന്റിൽ റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യും. ദെൻ പോൾസ് ആൻഡ് സീറോസിന്റെ കൗണ്ട് ഈവൻ ആണെങ്കിൽ ഈ പോയിന്റിൽ റൂട്ട് ലോക്കസ് എക്സിസ്റ്റ് ചെയ്യില്ല. അത് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ റൂട്ട് ലോക്കസിന്റെ പോളിൽ നിന്ന് ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ റൂട്ട് ലോക്കസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കുന്നതിനാണ് ഈ റൂൾസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് 5ാമത്തെ റൂൾ എന്ന് പറയുന്നത് ബ്രേക്ക് അവേ പോയിന്റ്. നമ്മൾ പ്രീവിയസ് എക്സാമ്പിൾ കണ്ടു. -2 + 2j, -2 + j, -2 - j എന്ന് പറയുന്ന പർട്ടിക്കുലർ പോയിന്റ് നിന്ന് റൂട്ട് ലോക്കസ് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. അതിനെ നമ്മൾ ബ്രേക്ക് അവേ പോയിന്റ് എന്ന് പറയും. സോ എവിടെയായിരിക്കും ബ്രേക്ക് അവേ പോയിന്റ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള റൂളാണ് 5ാമത്തത്. റൂട്ട് ലോക്കസ് മൂവ്സ് ടുവേർഡ്സ് ഈച്ച് അതർ ബിറ്റ്വീൻ 2 ഓപ്പൺ ലൂപ്പ് പോൾസ്. സോ ആദ്യത്തെ കേസിൽ -1-ൽ നിന്നും -4-ൽ നിന്നും 2 റൂട്ട് ലോക്കസ് സ്റ്റാർട്ട് ചെയ്തു. അത് -2 എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്തു. സോ കെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് 2 പോൾസിൽ നിന്ന് റൂട്ട്സ് ലോക്കസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. Okay. Then after the point of intersection, further increase in k breaks the root locus. K is equal to 4 ആകുമ്പോൾ -2 ആണ്. 5 ആകുമ്പോൾ -2 + j and -2 - j യിലേക്ക് മാറും. സോ 2 ബ്രാഞ്ച് ആയിട്ട് റൂട്ട് ലോക്കസ് സ്പ്ലിറ്റ് ചെയ്യും. Okay. Then breakaway point is determined by solving dk by ds is equal to 0. So ഒരു characteristic equation, for example, s square plus 2s plus k is equal to 0 തരും. That means k is equal to minus of s square plus 2s ആണ്. Then dk by ds കണ്ടുപിടിക്കുക. With respect to s ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക, അതിനെ equal to 0 എഴുതുക. Then അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. നമുക്ക് ആ കിട്ടുന്ന s വാല്യൂവിലായിരിക്കും നമ്മൾ റൂട്ട് ലോക്കസിന്റെ ബ്രേക്ക് അവേ പോയിന്റ് എന്ന് പറയുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ദ ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സ്, ഒരു പർട്ടിക്കുലർ വാല്യൂ നമുക്കൊരു റൂട്ട് ലോക്കസ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ അത് നമ്മുടെ റൂട്ട് ലോക്കസ് തന്നെയായിരിക്കും. സോ അസിംപ്റ്റോട്ടിക് ആയിട്ട്, അതായത് ഈ ലൈനിനെ ടച്ച് ചെയ്യാത്ത ഒരു പോയിന്റ് ഇങ്ങനെയായിരിക്കും നമ്മൾ അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത്. ഈ അസിംപ്റ്റോട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓൺ ദ റിയൽ ആക്സിസ് മീറ്റ് ചെയ്യും. അതിനെയാണ് എന്താണ് ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സ് എന്ന് പറയുന്നത്. സോ ഈ റിയൽ ആക്സിസ് ഉണ്ടാകുന്ന ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ആംഗിൾസ് എന്ന് പറയുന്നത് 2k + 1 × 180 / p - z ആണ് ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. 2k + 1 × 180 / p - k എന്ന് പറയുന്നത് 0, 1, 2, p - z - 1. ഫോർ എക്സാമ്പിൾ 2 പോൾ ഉണ്ട്, ഒരു 0 ഉണ്ട്. ദെൻ അതിൻ്റെ 2 ബ്രാഞ്ച് എന്ന് പറയുന്ന അസിംപ്റ്റോട്ട് എത്ര ഉണ്ടായിരിക്കും എന്നറിയുന്നത് p - 2
പി മൈനസ് ഇസഡ്. സോ 2 മൈനസ് 1 മൈനസ് 1 ഈക്വൽ ടു 0. ഒറ്റ ബ്രാഞ്ചും പർട്ടിക്കുലർ റൂട്ട് ലോക്കസിന് ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആകും. അസിംപ്റ്റോട്ടിക് ആംഗിളിന്റെ ഫോർമുല മാത്രം ഓർത്തിരിക്കുക. 2k + 1 × 180 ഡിവൈഡഡ് ബൈ പി മൈനസ് ഇസഡ് ആണ് അസിംപ്റ്റോട്ട്സ് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇന്റർസെക്ഷൻ ഓഫ് അസിംപ്റ്റോട്ട്സ് ഓൺ ദ റിയൽ ആക്സിസ്. അസിംപ്റ്റോട്ട് എവിടെ മീറ്റ് ചെയ്യുന്നുള്ളതാണ്. സിഗ്മ പോൾസ് മൈനസ് സിഗ്മ സീറോസ് ഡിവൈഡ് ബൈ പി മൈനസ് ഇസഡ് ആണ് അസിംപ്റ്റോട്ട് മീറ്റ് ചെയ്യുന്ന ഫോർ പോയിന്റ് എന്ന് പറയുന്നത്. സിഗ്മ പോൾസ് മൈനസ് സിഗ്മ സീറോസ്, പോൾസിന്റെ സം എടുക്കുക, ദെൻ സീറോസിന്റെ സം എടുക്കുക, അതിന്റെ ഡിഫറൻസ് എടുക്കുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പോൾസ് മൈനസ് നമ്പർ ഓഫ് സീറോസ് ചെയ്ത് കഴിഞ്ഞാൽ അസിംപ്റ്റോട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇന്റർസെക്ഷൻ പോയിന്റ് ഓൺ ദി ഇമാജിനറി ആക്സിസ്. ചില റൂട്ട് ലോക്കസ് വരയ്ക്കുമ്പോൾ അത് ഇമാജിനറി ആക്സിനെ മീറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇമാജിനറി ആക്സിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കുന്നത് റോത്ത് ഹർവിറ്റ്സ് ക്രൈറ്റീരിയൻ ഉപയോഗിച്ചിട്ടായിരിക്കും. സോ റോത്ത് ഹർവിറ്റ്സ് ക്രൈറ്റീരിയനിൽ എസ് സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നമുക്ക് ഇന്റർസെക്ഷൻ പോയിന്റ് ഓൺ ദി ഇമാജിനറി ആക്സിസ് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ ഫ്രം ദ കോംപ്ലക്സ് പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ട്രാൻസ്ഫർ ഒരു ടിപ്പിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട് ലോക്കസ് പ്ലോട്ട് ആണ്. ഇവിടെ നമുക്ക് കോംപ്ലക്സ് പോൾ ഉണ്ട്. കോംപ്ലക്സ് പോളിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് സം മൈനസ് ഓഫ് സം എക്സ് പ്ലസ് ജെ വൈ ആണ്. ആൻഡ് ഹിയർ ഓൾസോ മൈനസ് എക്സ് മൈനസ് ജെ വൈ ആണ്. സോ ഇവിടെ ഒരു പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെയും ഒരു പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ആ പോളിൽ നിന്നും എല്ലാ പോളിൽ നിന്നും റൂട്ട് ലോക്കസ് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ ഒന്നാമത്തെ റൂളിൽ പറഞ്ഞു. സോ ഈ റൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന റൂട്ട് ലോക്കസിന്റെ ഡയറക്ഷൻ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ ഫ്രം ദ കോംപ്ലക്സ് പോൾ ഈസ് ഗിവൺ ബൈ 180 മൈനസ് 5p മൈനസ് 5z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 മൈനസ് 5p ബാക്കിയുള്ള പോളിൽ നിന്ന് ഈ റൂട്ട് ലോക്കസ് ഒറിജിനിലേക്ക് ആംഗിൾ ഉണ്ടാക്കുന്ന ആംഗിൾ കണ്ടുപിടിക്കുക. സോ അതായത് കേസിക്കുള്ള ഇതാണ് ഒറിജിൻ എന്ന് പറയുന്നത്. സോ ഈ പോൾ ഒറിജിനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, ഓക്കെ, ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ദെൻ ഈ പോൾ ഒറിജിനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ദെൻ ടോട്ടൽ ആംഗിൾ ആണ്. ദെൻ അടുത്ത പോൾ എന്ന് പറയുന്നത് ഇവിടെ ഒരു പോളുണ്ട്, ദെൻ ആ പോളായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ. ഈ എല്ലാ ആംഗിൾസിൻ്റെയും സം, അതാണ് നമ്മളുടെ ഇക്വേഷനിൽ 5p എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ സീറോസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ അത് നമ്മൾ കണ്ടുപിടിക്കണം. സോ 5p എന്ന് പറയുന്നത് സം ഓഫ് ഓൾ ആംഗിൾ സബ്റ്റൻഡ് ബൈ ദ റിമൈനിങ് പോൾസ്. ആ ഏത് കോംപ്ലക്സ് പോളിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതല്ലാത്ത ബാക്കി എല്ലാ പോളിലും ഒറിജിനും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം. അതിനെ നമ്മൾ 5p എന്ന് പറയും. അതുപോലെ എല്ലാ സീറോസുമായിട്ട് നമ്മൾ ഒറിജിനുണ്ട് ആംഗിൾ കണ്ടുപിടിക്കണം. അതിനെ 5z എന്ന് പറയും. സോ 180 മൈനസ് 5p മൈനസ് 5z ചെയ്യുമ്പോൾ കിട്ടുന്ന ആംഗിൾ ആയിരിക്കും ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. ദെൻ ആംഗിൾ ഓഫ് അറൈവൽ അറ്റ് കോംപ്ലക്സ് സീറോസ് എന്ന് പറയുന്നത് ഇതാണ് അറൈവൽ ഫോർമുല. 180 മൈനസ് 5z മൈനസ് 5p. ഈ 5z is sum of all angles subtended by the remaining zeros and 5z is the sum of all subtended by the poles. ഇത് 5p ആണ്. 5p is the sum of all angles subtended by the poles. സോ ഇതാണ് 10ാമത്തെ റൂൾ എന്ന് പറയുന്നത്. സോ ഇതാണ് ഇത്രയും റൂൾസ് ആണ് നമുക്ക് റൂട്ട് ലോക്കസ് വരയ്ക്കാനുള്ളത്. സോ റൂൾസ് ഈവൻ ദോ നമ്മൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും ഓരോ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് ചെയ്ത് പ്രോബ്ലംസിൻ്റെ റൂട്ട് ലോക്കസ് വരയ്ക്കാൻ പറ്റും. ഓക്കെ, സോ ഇതൊരു 5 പോളും ഒരു സീറോയുമുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ റൂട്ട് ലോക്കസ് പ്ലോട്ടാണ്. സോ കെ ഈസ് ഈക്വൽ ടു സം വാല്യൂവിൽ ഒരു പോളുണ്ട്, ഇവിടെ കെ ഈസ് ഈക്വൽ 0യിൽ മൈനസ് ഓഫ് സംതിങ്ങിൽ ഒരു 0 ഉണ്ട്. സോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് പോയി ഇവിടെ എൻഡ് ചെയ്യും. ദെൻ കെ ഈസ് ഈക്വൽ ടു അനദർ വാല്യൂവിൽ എസ് ഇസ് ഈക്വൽ ടു അനദർ വാല്യൂവിൽ ഇവിടെ ഒരു പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, 0യിൽ ഒരു പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ രണ്ട് പോള് ഇങ്ങനെ വന്നിട്ട് രണ്ട് റൂട്ട് ലോക്കസ് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ മീറ്റ് ചെയ്തിട്ട് രണ്ട് ബ്രാഞ്ചായിട്ട് സ്പ്ലിറ്റ് ചെയ്തു പോയി. ഓക്കെ, സോ നമ്പർ ഓഫ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത് 3 ആണ്. സോറി, പിന്നെ കെ ഈസ് ഈക്വൽ ടു പെർട്ടിക്കുലർ വാല്യൂവിൽ ഇവിടെ ഒരു കോംപ്ലക്സ് പോൾ ഉണ്ട്. ആ കോംപ്ലക്സ് പോളിൽ നിന്ന് ഒരു റൂട്ട് ലോക്കസ് സ്റ്റാർട്ട് ചെയ്തു. സോ ബ്രാഞ്ച് എന്ന് പറയുന്നത് 1, 2, 3, then 4, then 5. 5 ബ്രാഞ്ച് ഉണ്ട്, ബിക്കോസ് നമ്മുടെ സിസ്റ്റം ട്രാൻസ്ഫർ ഫംഗ്ഷൻ 5 പോളുണ്ട്. സോ നമ്പർ ഓഫ് ബ്രാഞ്ച് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോൾസ് ആണ് ഇവിടെ വരിക. സീറോസിൻ്റെ എണ്ണം 1 ആണ്. ഓക്കെ, സോ പോൾസ് സീറോ റൂട്ട് ലോക്കസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും പോൾസ് നിന്നായിരിക്കും. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടുന്ന് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തു, ഇവിടുന്ന് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തു, ദെൻ ഇവിടുന്ന് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തു, ഇവിടുന്ന് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തു.
ഓക്കെ, റിയൽ ആക്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന റൂട്ട്സ് ലോക്കസ് എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അത് മീറ്റ് ചെയ്യും, അതിനുശേഷം അത് ബ്രേക്ക് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് പോകും. സോ ഇതാണ് ബ്രേക്ക് അവേ പോയിന്റ് എന്ന് പറയുന്നത്. ഈ റൂട്ട് ലോക്കസ് ഇൻഫിനിറ്റിലേക്ക് പോകുമ്പോൾ ഇതിനെ നമുക്ക് ഇതിൻ്റെ അസിംപ്റ്റോട്ടായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അസിംപ്റ്റോട്ട് റിയൽ ആക്സിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മീറ്റ് ചെയ്യും. അതിൻ്റെ ഇക്വേഷനാണ് എക്സ് ഈക്വൽ ടു സിഗ്മ പോൾസ് മൈനസ് സിഗ്മ സീറോസ് ഡിവൈഡ് ബൈ പി മൈനസ് ഇസഡ് എന്ന് പറയുന്നത്. ദ നമ്പർ ഓഫ് അസിംപ്റ്റോട്ട്സ് എക്സ് ആക്സ് ആയിട്ടുണ്ടാകുന്ന ആംഗിൾ, രണ്ട് അസിംപ്റ്റോട്ട് ഉണ്ട്, രണ്ട് ആംഗിൾ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഈ റൂൾസ് ഉപയോഗിച്ച് എങ്ങനെയാണ് റൂട്ട് ലോക്കസ് വരയ്ക്കുക എന്നുള്ളതാണ് അടുത്ത നെക്സ്റ്റ് പ്രോബ്ലത്തിൽ നമുക്ക് നോക്കാൻ പറ്റുന്നത്.